ഹോമിയോസ്റ്റാസിസ്. ഹോമിയോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എന്നും സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ എന്നുമാണ് അർത്ഥം. ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം സെയിം അർത്ഥമാണ്. ഇവർ രണ്ടുപേരും ഗ്രീക്ക് വാക്കുകളുമാണ്. 1929 അമേരിക്കൻ ഫിസിയോളജിസ്റ്റായ വോൾട്ടർ കാനനാണ് ഈ പ്രോസസ്സ് സയൻറ്റിഫിക് ലോകത്തിലേക്ക് ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ബോഡിക്കകത്ത് ഓരോ പ്രോസസ്സ് നടക്കാനായിട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കണ്ടീഷൻസ് വേണം. ആ കണ്ടീഷൻസിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ, എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ലങ്സ്. ലങ്സിന് ചുറ്റും ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിലേക്ക് ലങ്സ് എപ്പോഴും ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കും. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കിടക്കുന്ന ഓക്സിജൻ ഇതിൻ്റെ ചുറ്റുമുള്ള സെൽസ് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് കീപ്പിംഗ് ദി എൻവയോൺമെൻറ്റ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഈ പറഞ്ഞ ഹോമിയോസ്റ്റാറ്റിക് വാല്യൂസ് എപ്പോഴും ഒരു റേഞ്ചിനകത്തായിരിക്കും. അതൊരിക്കലും ഫിക്സഡ് അല്ല. 1 2 10 പറയുന്നത് പോലെയല്ല. ഫോർ എക്സാമ്പിൾ, പൾസ് റേറ്റ് 60 തൊട്ട് 100 വരെ നമുക്ക് പോവാം. ഇതിനുള്ള ഏതും കറക്റ്റാണ്. നമ്മുടെ ബോഡിക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ സെൽസും ടിഷ്യൂസും ഓർഗൻസും നെർവസ് സിസ്റ്റവും ഹോർമോണൽ സിസ്റ്റവും ലോക്കൽ കൺട്രോൾ സിസ്റ്റം ഇവരെല്ലാവരും ഒരേ സമയത്ത് ഒരേ രീതിയിൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ ലിവർ എടുക്കുകയാണെങ്കിൽ അത് ടോക്സിക് ആയിട്ട് വരുന്ന ഐറ്റംസിനെ മെറ്റബോളൈസും ചെയ്യും, കാർബോഹൈഡ്രേറ്റ് മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ പല പല ഫങ്ഷൻസ് ലിവർ ചെയ്യും. ഇനി കിഡ്നി നോക്കുവാണെങ്കിലോ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വാട്ടർ ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. എക്സ്ട്രാ വരുന്ന വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യും. നമ്മുടെ ബോഡിക്കകത്തുള്ള സോൾട്ട് ലെവലിനെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഒക്കെ പോരാഞ്ഞിട്ട് ബോഡിക്കകത്തുള്ള ബ്ലഡിൻ്റെ pH വരെ നമ്മുടെ കിഡ്നിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഡിസീസ്? ഹോമിയോസ്റ്റാസിസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്നൊരു എൻവയോൺമെൻറ്റ് ഡിസ്റപ്റ്റഡ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി തന്നെ കുറേ കോമ്പൻസേഷൻ മെത്തേഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ റേഞ്ചിൽ നിന്ന് ഭയങ്കരമായിട്ട് വേരിയേഷൻസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ബോഡി ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫോർ എക്സാമ്പിൾ, ഡാമേജ് ആയേക്കുന്നൊരു കിഡ്നി അതിൻ്റെ വർക്ക് നോർമലാക്കാൻ വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് BP കൂട്ടുക എന്നുള്ളത്. ഒബ്വിയസ്ലി BP കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ അബ്നോർമാലിറ്റീസും അതിൻ്റേതായ സൈഡ് എഫക്ട്സും ഉണ്ട്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് വെക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഷുഗർ, BP ഈ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ കുറച്ച് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ഇത് 2 ടൈപ്പാണ്. ഓപ്പൺഡ് എന്ന് പറയുമ്പം ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അടുത്തതാണ് ക്ലോസ്ഡ്. നമ്മുടെ ഔട്ട്പുട്ട് തിരിച്ച് ഇൻപുട്ടിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അവർ 2 ടൈപ്പ് ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പും ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പും ഉണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഡെപ്തിൽ സംസാരിക്കാം. നമ്മുടെ ബോഡിയിലെ ഈ സിസ്റ്റംസ് ഓരോ സർക്യൂട്ട് ലൂപ്പാണെന്ന് വിചാരിക്കുക. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഓരോ ലൂപ്പാണെന്ന് വിചാരിക്കുക. ഇതിനൊരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഒരു കൺട്രോളർ ഉണ്ട്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റിമുലസ് ആയിരിക്കും, കൈ തട്ടുമ്പോൾ വരുന്ന വേദന, ചൊറിച്ചിൽ, ഇതൊക്കെ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റെസ്പോൺസാണ്. ഇച്ച് ചെയ്ത് കഴിയുമ്പോൾ ചൊറിയുന്നത്, ഇതൊക്കെ ഒരു റെസ്പോൺസാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു സ്ഥലമാണ് കൺട്രോളർ. അത് യൂഷ്വലി നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസ് ഒക്കെയാണ്. ഓപ്പൺ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓപ്പൺ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പം അതിനൊരു ഫീഡ്ബാക്ക് ഇല്ല. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് റെസ്പോൺസ് പോകും, പക്ഷെ ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ച് ഇൻപുട്ടിലോട്ട് വരത്തില്ല. എന്ന് വെച്ചാൽ ആദ്യം ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും, പക്ഷേ ആ റെസ്പോൺസ് തിരിച്ച് ഇൻപുട്ടിനോട് പോയി പറയത്തില്ല ഇനി വരുന്ന റെസ്പോൺസ് എങ്ങനെയായിരിക്കണമെന്ന്. ഫസ്റ്റ് എക്സാമ്പിൾ സലൈവേഷനാണ്. നല്ല ഫുഡിൻ്റെ മണം വരുമ്പോൾ നമ്മൾ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്ത എക്സാമ്പിൾ ചില റിഫ്ലക്സസ് ആണ്. ചൂടുള്ള സാധനത്തിൽ കൈ തൊട്ട് കഴിയുമ്പം നമ്മൾ കൈ വിഡ്രോ ചെയ്യാനുള്ള റീസണും ഇതുപോലത്തെ ഒരു ഓപ്പൺ കൺട്രോൾ സിസ്റ്റം കാരണമാണ്. ക്ലോസ്ഡ് കൺട്രോൾ സിസ്റ്റം, അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മുടെ സിസ്റ്റം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വർക്ക് ചെയ്തു എന്ന് മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ഇൻപുട്ടിന് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ക്ലോസ്ഡ് കൺട്രോൾ സിസ്റ്റം. വൺ ഓഫ് ദം ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഇത് സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൺട്രോളിംഗ് മെക്കാനിസമാണിത്. ഔട്ട്പുട്ടോ പ്രൊഡക്റ്റോ ഭയങ്കരമായിട്ട് കൂടുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഓർഗനെ ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യും, ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ശക്തി അങ്ങ് കുറയ്ക്കും. ബേസിക്കലി എന്തോ ഒരു ഔട്ട്പുട്ട് കൂടുന്നോ അതനുസരിച്ച് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ടിരിക്കും. ലെറ്റ്സ് സേ നമ്മുടെ ബോഡിക്കകത്തൊരു ഔട്ട്പുട്ട് കൂടി നിൽക്കുവാണെന്ന്. ഇത് കണ്ട നെർവസ് സിസ്റ്റം എഫക്റ്ററിന് ഒരു ഇമ്പൾസ് കൊടുക്കും. എന്നിട്ട് പറയും ഈ പാരാമീറ്ററിനെ റെഗുലേറ്റ് ചെയ്യാൻ.
ഈ റെഗുലേറ്റഡ് ആയി വരുന്ന പാരാമീറ്ററാണ് നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് ചെല്ലുന്നത്, റിസപ്റ്ററിലോട്ട് ചെല്ലുന്നത്. ആ ഔട്ട്പുട്ടാണ് എന്നിട്ട് പിന്നീട് നെർവസ് സിസ്റ്റത്തിന് അടുത്ത ഇമ്പൾസ് കൊടുത്ത് പറയണത് ഇത് വീണ്ടും കുറയ്ക്കണോ അതോ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്ന്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പനി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ടിരിക്കുകയാണ്. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ് സ്വെറ്റിംഗ്. സ്വെറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബോഡി ഹീറ്റ് പയ്യെ കുറയും. അങ്ങനെയാണ് ഫീവർ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഫീവർ നമുക്ക് പിന്നെയും കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പിന്നെയും അത് മനസ്സിലാക്കി വീണ്ടും നമ്മളെ സ്വെറ്റ് ചെയ്യിക്കും അല്ലെങ്കിൽ ഷിവർ ചെയ്യിക്കും. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. ആദ്യം ഉണ്ടായിരുന്ന ആ ഔട്ട്പുട്ടിനെ വീണ്ടും കൂട്ടുന്ന ഒരു മെക്കാനിസമാണിത്. എന്ന് വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ. വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മെക്കാനിസമാണിത്. ജനറലി ഇതൊരു യൂസ്ഫുൾ മെക്കാനിസം ആണെങ്കിലും ചില സമയത്ത് വിഷ്യസ് ആയിട്ടുള്ള സൈക്കിൾസ് ഉണ്ടാക്കി ഡെത്ത് വരെ ഇതുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു യൂസ്ഫുൾ എക്സാമ്പിളാണ് ബേബി ഡെലിവറി. യൂട്രസിലുള്ള ബേബി ഹെഡ് വെച്ച് സെർവിക്സിൽ പുഷ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള നെർവ് ഇമ്പൾസസ് ബ്രെയിനിൽ ചെന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ടത് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ആ ഓക്സിറ്റോസിൻ ബ്ലഡിൽ വന്ന് യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ യൂട്രസ് വീണ്ടും കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അത് കാരണം ബേബിയുടെ ഹെഡ് വീണ്ടും സെർവിക്സിൽ പോയി പുഷ് ചെയ്യും. അത് വീണ്ടും നെർവ് ഇമ്പൾസസ് കൊടുക്കും. അത് വീണ്ടും ഓക്സിറ്റോസിൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് സെക്രേറ്റ് ചെയ്യിക്കും. അങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ദ ബേബി ഈസ് ബോൺ. ഇതിലെ വിഷ്യസ് സൈക്കിളിൻ്റെ എക്സാമ്പിളാണ് സിവിയർ ഹെമറേജ്. ബ്ലീഡിങ് കാരണം BP കുറയുന്നു. BP കുറയുമ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. അത് കാരണം കാർഡിയാക് പമ്പിങ് കുറയുന്നു. കാർഡിയാക് പമ്പിങ് കുറയുന്നതുകൊണ്ട് BP പിന്നെയും കുറയുന്നു. വീണ്ടും ബ്ലഡ് ഫ്ലോ കുറയുന്നു. വീണ്ടും പമ്പിങ് കുറയുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദ സൈക്കിൾ ബിക്കംസ് വിഷ്യസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഇതിൻ്റെ നോട്ട് ഞങ്ങൾ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ബയോയിൽ ഇട്ടേക്കാം. This is our first video, so we would really appreciate if you guys could give us some feedback. If you want us to prepare any other topics, അതും പറയുകയാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം.